വെക്കേഷൻ തുടങ്ങിയ ഒരു ബഹളമാണ്. കുട്ടികൾക്ക് ഉത്സവത്തിന്റെയും മാതാപിതാക്കൾക്ക് ടെൻഷന്റെയും നാളുകൾ. 2 മാസം നീണ്ടു നിൽക്കുന്ന ഈ വെക്കേഷൻ എങ്ങനെ ഉപയോഗിച്ചു എന്നത് അധ്യയന വർഷം തുടങ്ങുമ്പോഴുള്ള കുട്ടികളുടെ കോൺഫിഡൻസിനെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിനും ദ ബെസ്റ്റ് നൽകാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്കും കൂടെയുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. വെക്കേഷൻ ആണെന്ന് കരുതി പുസ്തകങ്ങളോടും അക്ഷരങ്ങളോടും കംപ്ലീറ്റ് ആയിട്ട് നോ പറയാതിരിക്കുക. റീഡ് റീഡ് ആൻഡ് റീഡ്. പുസ്തകങ്ങൾ വായിക്കുന്നതിനോടൊപ്പം എന്നും ഡെയിലി ന്യൂസ് പേപ്പറും വായിക്കുക. അറിവ് നേടാനും വൊക്കാബുലറി കൂട്ടാനും. സാധ്യമെങ്കിൽ ഗ്രാൻഡ് പേരൻസിനോടൊപ്പം സമയം ചിലവഴിപ്പിക്കുക. ഇപ്പോഴത്തെ സാമൂഹികാവസ്ഥയിൽ തീരെ സമയം കിട്ടാത്തതും ഇതിനാണ്. അറിവ് മാത്രം പോരല്ലോ നമ്മുടെ കുട്ടികൾക്ക്. ബന്ധങ്ങളുടെ വില കൂടി മനസ്സിലാക്കി അവർ വളരട്ടെ. യാത്രകൾ പോവുക. കണ്ണും കാതും മനസ്സും തുറക്കാൻ, ബന്ധങ്ങൾ ദൃഢമാക്കാൻ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും യാത്രകൾ അനിവാര്യമാണ്. ഇടയ്ക്കൊക്കെ എല്ലാവരെയും കൂട്ടി ഒന്ന് കറങ്ങിയിട്ട് വന്നേ. സ്ക്രീൻ ടൈം ഇല്ലാതാക്കാൻ അത്രയ്ക്ക് എളുപ്പമല്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇൻഫോർടൈൻമെന്റ് എന്ന രീതിയിൽ വേണം സ്ക്രീൻ ടൈം ഇഫക്റ്റീവ് ആക്കാൻ. അതോടൊപ്പം കുട്ടികൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ എപ്പോഴും ഔട്ട്ഡോർ ഗെയിംസ് തിരഞ്ഞെടുക്കുക. കുട്ടികളുടെ സർഗാത്മക കഴിവിനെ ഉണർത്താൻ ജേർണലിംഗ് ടെക്നിക്സ്, അതേപോലെ അഡീഷണൽ സ്കിൽ ലേണിംഗ് തുടങ്ങിയവയ്ക്ക് പ്രചോദനം നൽകുക. ഓർക്കുക, അവധിക്കാലം ഉത്സാഹത്തിന്റെ നാളുകളാണ്. ഫോഴ്സ് ചെയ്ത് ഓരോന്നെത്തിക്കാതെ രസകരമായ വഴികളിലൂടെയും കുട്ടികളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു വേണം ഇതെല്ലാം കുട്ടികളിലേക്ക് എത്തിക്കാൻ. ബാല്യം അതൊന്നേ ഉള്ളൂ. അവർ ആഘോഷിക്കട്ടെ, കൂടെ നമുക്കും ആഘോഷിക്കാം.